എനിക്കറിയാം ശരൺ ബണ്ണ, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. ശരി, ഞാൻ കരയുന്നില്ല. നിനക്ക് വാക്ക് തരികയാണ്, ഞാൻ നമ്മുടെ അവിക് ബണ്ണയെ മുന്നോട്ട് കൊണ്ടുവരും. നീ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം അവൻ പിന്തുടരും. അവൻ നിന്റെ നിഴലായിരിക്കും. രാജ്, നീ എന്ത് സ്വപ്നമാണ് കാണുന്നത്? ആ സ്വപ്നം പൂർത്തിയാക്കാൻ എത്രയും പെട്ടെന്ന് ഞാൻ അവനെ അവന്റെ അപ്പന്റെ അടുത്തേക്ക് അയക്കും. അവന്റെ അച്ഛന്റെ ശരീരം എങ്ങനെ എരിഞ്ഞ് കാണാതായോ അതുപോലെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവനും ഇല്ലാതായി തീരും. അത് ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിനെന്നർത്ഥം എന്റെ പപ്പയും അമ്മയുടെ മരണം അപകടമല്ലെന്നോ? അതാരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്നോ? എന്തിന് 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 എന്റെ മമ്മി പപ്പ എന്ത് തെറ്റാ ചെയ്തത്? അവർക്ക് എന്തിനാ ഇങ്ങനൊരു പനിഷ്മെന്റ് കൊടുത്ത്? I'm sorry പപ്പ, I'm sorry മമ്മ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. I'm really sorry. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം. റാണിയമ്മേ, ഞാൻ പോയി അവിക്പനെ കൂട്ടിയിട്ട് വരാം. പപ്പ, അന്ന് പപ്പയും മകളോടൊരു പ്രോമിസ് ചോദിച്ചു. ഇന്നതേ ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം. നിങ്ങൾ രണ്ടുപേരുടെയും ജീവൻ എടുത്തത് ആരാണോ അവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എനിക്കിപ്പോ തന്നെ എല്ലാ കാര്യങ്ങളും റാണിയമ്മയോട് പറഞ്ഞേ പറ്റൂ. തീർച്ചയായും റാണിയമ്മ എന്നെ സഹായിക്കാതിരിക്കില്ല. ശരി, വാ. ഈ വീഡിയോ ഇത് ഡിലീറ്റ് ചെയ്യണം. ഇതെന്താ ഡിലീറ്റ് ആവാത്തത്? അവിക്, നീ ഇവിടെ തന്നെ ഇരിക്കണേ. ഞാൻ റാണിയമ്മയെ കണ്ടിട്ട് വേഗം വരാം. എന്തുപറ്റി? അവിക് ബണ്ണ ഇനിയും റെഡിയായില്ലേ? ഉറങ്ങായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാന്ന്. ആയിക്കോട്ടെ. റാണിമ, റാണിമ. നോക്കൂ, റാണിമ, എനിക്ക് നിങ്ങളോട്. എന്തിനാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നത്?
ഇവിടെ ശരൺ ചേട്ടന് വേണ്ടി പൂജ ചെയ്യുന്നത് എനിക്ക് അറിയില്ലാന്നുണ്ടോ? ഇല്ല, എനിക്ക് റാണിയമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയണം. വളരെ അത്യാവശ്യമായിട്ട് കാണണം. പ്ലീസ് എന്നെ വിട് റാണിയമ്മ. എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും തടസ്സപ്പെടുത്താനായിട്ട് ആദ്യം വന്ന് നിൽക്കുന്നുണ്ടല്ലോ നീ. പ്ലീസ് എനിക്കൊരു കാര്യം പറയണം. പൂജ കഴിയുന്നവരെ നീ ഇവിടെ തന്നെ നിന്നോണം. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? നിങ്ങളുടെ മരണത്തിന് പിന്നിലുള്ള സത്യം എനിക്ക് എത്രയും പെട്ടെന്ന് റാണിയമ്മയോട് പറഞ്ഞേ പറ്റൂ. പക്ഷെ റാണിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് സത്യമാണെങ്കിലും അത് പറയാനുള്ള ഒരു സമയമുണ്ടെന്ന്. സത്യം പറയാനും ശരിയായ ഒരു സമയവും ശരിയായ രീതിയുമുണ്ട്. അത് മാത്രല്ല, ഇത് ശരിയായ സമയമല്ല. ഞാനിപ്പോ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ, പൂജ കഴിയുന്നത് വരെ. പൂജ കഴിഞ്ഞ ഉടനെ അച്ഛനമ്മയുടെ മരണത്തെക്കുറിച്ച് ഞാൻ എന്തായാലും റാണിയമ്മയോട് പറയും. ഓ വിഷ്ണുവേ നമഃ നമഃ നമസ്കാര സമർപ്പയാമി. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാലും. നിങ്ങൾ എല്ലാവരും മരിച്ചുപോയ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ഭഗവാന്റെ പാദങ്ങളിൽ ധ്യാനം ചെയ്താലും. ഓം പുനന്ദനമാജേവജനഃ ബ്രഹ്മോ ബ്രഹ്മസ്യ ദേവായ. ഇപ്പൊ നിങ്ങൾ ഈ പരിശുദ്ധ ജലം പുറത്തുള്ള ചെടികൾ കൊഴിച്ചിട്ട് വരും. ശരി. ഞാൻ പോയി റാണിയമ്മ അവിക്പനെ കൂട്ടിയിട്ട് വരാം. റാണിയമ്മ, എനിക്ക് റാണിയമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. റാണിയമ്മ ഇതുവരെ ആർക്ക് വേണ്ടിയാണോ കരഞ്ഞത്? റാണിയമ്മ ആർക്ക് വേണ്ടിയാണോ ഈ പാത്രം പിടിച്ചിരിക്കുന്നത്? റാണിയമ്മ ആർക്ക് വേണ്ടിയാണോ ഈ ഹോമം നടത്തുന്നത്? അവരെ സംബന്ധിച്ചുള്ള കാര്യമായത്. നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും ഈ പൂജ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ പപ്പയ്ക്ക് ശരിയായ നീതി വാങ്ങിച്ചു കൊടുക്കാത്തത് വരെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നീ എന്താണ് ഈ പറയുന്നത്? സത്യം പറയുന്ന റാണിയമ്മ, സത്യം പറയുന്നത്. നിങ്ങളുടെ മകൻ ശരൺ പന്നിയുടെ മരണം ഒരു ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണ്. ഞാൻ പറയുന്നത് സത്യം റാണിയമ്മ. എന്റെ കയ്യില് തെളിവുണ്ട് റാണിയമ്മ. ഇത് കണ്ടോ, ഇതാണ് തെളിവ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തീപ്പന്തം കൊണ്ടുള്ള ഒരു കൈ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അപകടത്തിന് പിന്നിൽ. വെറുതെ ഇങ്ങനെ അനാവശ്യം വിളിച്ചു പറയാതിരിക്കുന്നുണ്ടോ? ദീപശിഖ എവിടെയാ ഉള്ളത്? അല്ല റാണിയമ്മ, ഇതിലെ തീപ്പന്തത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, ഇതിനകത്തുണ്ടായിരുന്നു. അതെവിടെ? റാണിയമ്മ, ഞാൻ കള്ളത്തരം പറഞ്ഞല്ല, ഇതിനകത്തുണ്ട്. ഞാൻ കാണിച്ചു. ദയവ് ചെയ്ത് ഞങ്ങൾ വിട്ടേക്ക്. ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. ഇന്ന് നീ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ റാണിയമ്മ, നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ എന്ത് ചെയ്യും?